ഈ രാജ്യത്ത് സർ, ഈ രാജ്യത്ത് ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക. ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരുണ്ട്. ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ. ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 700 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത്. മണിപ്പൂരിൽ 200-ലേറെ പള്ളികൾ ഇവരെ കത്തിച്ചു. സാർ, ഇവരിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈസായി ക്രിസ്ത്യാനി കേരള മുനമ്പം എന്ന് പറയുന്നുണ്ടല്ലോ സാർ. സ്റ്റാൻ സ്വാമിയെ മറക്കാൻ പറ്റുമോ സാർ? പാർക്കിൻസൺസ് രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു സ്ട്രോയ്ക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊന്നില്ലേ? ഗ്രഹാം സ്റ്റേറ്റ്സിനെ മറക്കാൻ പറ്റുമോ? ചുട്ടുകൊന്നില്ലേ? മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ? ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്നത് സാർ? ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് സാർ, 30 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലരിവിടെ ഇരിക്കുന്ന ആൾക്കാർ. കഴിഞ്ഞ ദിവസം പുരുഷന്റെ പേരിലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പതിവിലകരിക്കുന്നതാണ് സാർ. കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു സിനിമ സാർ? എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാന്നറിയോ സാർ? മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം. ഈ BJP ബെഞ്ചുകളിൽ ഒരു മുന്നയെ കാണാം. ഈ മുന്നയെ തിരിച്ചറിയും, മലയാളി തിരിച്ചറിയും, കേരളം തിരിച്ചറിയും സാർ. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിങ്ങളുടെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി. ഒരാൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. ഒരു തെറ്റ് പറ്റി മലയാളിക്ക്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ. പേടിക്കണ്ട സാർ. ഒരു കാര്യം ഞാൻ പറയാം, മുൻപത്തെ ആൾക്കാർക്ക് ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. 5 ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ ഈ മുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് സാർ. ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങളുടെ ആരുടെ ഓശാരം വേണ്ട. മസ്ജിദ് മറച്ച് മൂടിയിടുന്നത് പോലെ കേരളത്തിലെ ഒരു ആരാധനയും മറക്കേണ്ടി വരില്ല. ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല. ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അവിടെ ഉണ്ട്. അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കൊണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ മുനമ്പം എന്ന് പറയുന്നു. എത്രയോ 10,000-കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് 50,000-ലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത്. എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു. നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല. എത്രയോ പള്ളികൾ തകർത്തു. നിങ്ങൾ എമ്പുരാനിലെ മുന്നയാണ്. ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കരുത്ത് മലയാളിക്കുണ്ട്. അതുകൊണ്ട് സാർ, ഞാൻ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുകയാണ്. If they have belief trust in the Indian Constitution, they should forthwith withdraw this piece of legislation. If they want communal harmony, if they consider people to be equal, if they consider the gods to be equal, they should withdraw this piece of legislation. मैंने अपना वादा निभा दिया. Thank you very much, sir. I am so grateful to you. Let me just tell you one thing. People of Kerala are listening to you, and we will always respect you for your benevolence, sir. Thank you very much, sir. धन्यवाद डॉक्टर जान बिटास साहब. जो आपने भी नेशन की बात कही, तो हम तो कालड़ी के जो शंकराचार्य जी नेशन बनाया है उसी नेशन को मान रहे हैं. हाँ बोल. There was an indirect reference to one. Please. No. Sir, through you. Disturb नहीं करेंगे मानिस this. No. Through you, sir. Not allowed. कृपया बैठिए. Please sit down. Mr. I am going to Prakash. allow. Who are you? Mr. Please sit down. Prakash. Please. I'm going to talk in Malayalam, sir. Yes, sir. Because I did the honors yesterday there in the other house in English.
Now, he needs to be reminded in the form of being taught some lessons. He was talking about Empuran, a cinema which was yesterday. Does he dare to have a re-release of 51 cuts, T.P. Chandrasekharan? Left, right, left. Left, right, left. Please sit down. Please. Not. Through I will you, not allow sir. you. Please sit down. Listening. Through you, sir. Please speak. Two films. आप बोलिए. Does Mr. Brittas or his Kairali channel or his chairman in the Kairali channel, who is a leading actor in the Malayalam film industry, I do not wish to take his name because he is a noble soul. Do they have the guts? Does the Chief Minister of Kerala have the guts to have... What is wrong? What is wrong? What is wrong with the language? दूंगा बाद में. Do I will. Sir, Let him sir, complete. they should have the guts to let these two films be screened again. Permitted to be screened. Then they can start yelling for Empuran. And one more matter of fact, which is the only truth, which I have to be letting the Indian nationals, I have to be letting it known to the Indian citizens. There was no censor pressure on the producers of Empuran. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Stop. This is the truth. Please, please. This is the truth. Sir, I need your protection. Okay. I need your माफ protection. करें. Undisturbed. Undisturbed. This is the truth. I'm ready to take any punishment if this falls out to be a false on record deposit that I am making in this upper house. I know the responsibility. Sir, it was the decision of the producers and the lead actor of the film, with the permission of the director of the film, to remove 17 portions from that film. Son, it was their decision. please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. बुद्धन See, all what was it? Again, coming back to Munambam, which directly relates in the form of matter. I will not yield. I will not yield. Munambam. Mr. You don't To you, sir. please, but दूंगा. Through I will you, give you. sir. Please sit down. First sit down. First sit down. Through you, Please sir. sit down. I will give it. Through you, sir, I will tell Mr. Brittas, with due respect, खजाना खत्म करो. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട്. ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും. 800 ചില്ലുവാനം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി. അവരുടെ കൊലപാതക രാഷ്ട്രീയം. മുനമ്പത്ത് Please sit 600 down. കുടുംബങ്ങളെയാണ്. സർ, പ്ലീസ് ഗിവ് മീ ലിറ്റിൽ ടൈം. പ്ലീസ് സർ. 600 കുടുംബങ്ങളെ അവരെ ചതിയിൽപ്പെടുത്തി മാത്രമല്ല വഹിച്ചിരിക്കുകയാണ്. ഇവര് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ മത നേതാവ് പോയി എന്താ വാക്ക് കൊടുത്തത്? ഒരു കമ്മീഷന് ജസ്റ്റിസ് CNRന്റെ പേരിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചു. ഹൈക്കോടതി അതെടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മുക്കുകല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ. അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല. ചവിട്ടി താഴ്ത്തിയിരിക്കും. താങ്ക് യു വെരി മച്ച്. धन्यवाद. आप ये point.